പറഞ്ഞോളൂ. ഞാനിന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നത്. പിന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറയാനുള്ള മൂഡും ഇല്ല. എന്ത് ഗുഡ് മോർണിംഗ്? നമ്മുടെ ഈ നാട്ടിൽ നടന്ന ദുരന്തമൊക്കെ കാണുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ദുഃഖത്തിലല്ലേ? കേരളം മൊത്തം ദുഃഖത്തിലാണ് അല്ലേ? നമ്മൾ 2018 ആ ദുരന്തത്തിന്റെ ഓർമ്മ ഇനിയും നമ്മുടെ മനസ്സൊന്നും മാഞ്ഞിട്ടില്ല. അതിനു മുൻപ് വീണ്ടും ഒരു ദുരന്തം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റുക അല്ലേ? എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം പറഞ്ഞാലും നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥത കിട്ടണ്ടേ? പിന്നെ എന്നെ കാണാണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എവിടെ പോയി ചേച്ചി എന്ന് അന്വേഷിക്കുമെന്ന് എൻ്റെ ചേട്ടനും പറഞ്ഞു, ക്യാമറമാനും പറഞ്ഞു. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടെങ്കിലും ഒരു ഇന്നലെയൊക്കെ അമ്മയ്ക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്, എവിടെ പോയി, അമ്മയ്ക്ക് വല്ല അസുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ്. അപ്പോൾ ഇതാണ് വരാണ്ടിരുന്നത്. കാരണം കുക്കിംഗ് ചെയ്യാനുള്ള ഒരു മനസ്സില്ല. അപ്പം അതിൻ്റെ രീതിയിൽ നിൽക്കാനോ പറയാനോ ഉള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ വരാണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ മനസ്സിൻ്റെ സ്വസ്ഥത ഉണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കി. ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം തരുന്നത്? ഇങ്ങനെ ഒരു ദുരന്തത്തിലൂടെ അവസാനിപ്പിക്കാനാണെങ്കിൽ എന്തിനാ ഭഗവാനെ ഈ ജീവിതം എല്ലാവർക്കും നൽകുന്നത് എന്ന് ദൈവത്തിനോട് ചോദിക്കാൻ തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. അതെ, ഇത്രയും ദുഃഖകരമായ അവസ്ഥയിൽ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഭഗവാൻ ഇത്രയും ക്രൂരനായത് എന്നൊക്കെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ പേരുടെ സ്വപ്നങ്ങളാണ് ഒരു വീട് എന്നൊക്കെ പറയണത്. ഒരു ആയുസ് ഒരു പ്രാവശ്യം കിട്ടുന്ന ഒരു ഭാഗ്യം. ആ വീട്, ആ ജീവൻ എല്ലാം നഷ്ടപ്പെട്ട് എത്ര പേര് നമ്മുടെ കണ്ണുമ്പത്ത് കൂടെ യാത്രയായി. എല്ലാവരും ഒരുമിച്ചായിരിക്കില്ല. അവരുടെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും നാട്ടിലുണ്ടാവും. അവരൊക്കെ അനാഥരായി പോയി അല്ലേ? പിന്നെ അവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് അവർ അനാഥരായി പോകുന്ന ആ ഒരു ഇതും കൂടി ഓർത്തു നോക്കി. അപ്പൊ എന്തൊരു സങ്കടമാണത്. ഇങ്ങനെ സങ്കടകരമായ അവസ്ഥയിലല്ലേ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ വാക്കുകളെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഒന്നാമത് തലവേദന തൊട്ട് തലവേദന മാറിയിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടോ, ഇനി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ ഭഗവാനെ. ഇനി ഇതുപോലെ ഒന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാനോട് മനസ്സൊരുക്കി എല്ലാവരും ഒരുമിച്ച് കൂട്ടായ പ്രാർത്ഥനയിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എത്രയോ പേര് ശരിക്കും പറഞ്ഞാൽ അനാഥരായി പോയി. എത്രയോ സ്വപ്നങ്ങൾ ഇവിടെ ബാക്കി വെച്ചവരൊക്കെ യാത്രയായി പോയി. കേരളം വീണ്ടും ഒരു എന്താ പറയുക ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷ്യം. നിങ്ങളെല്ലാവരും നല്ല എന്താ പറയുക, ശ്രദ്ധയോടെ ഇരിക്കുക. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും, വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങളും ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിൽക്കാണ്ട് മഴ പെയ്യുന്ന കാരണം കൊണ്ട് ഡെങ്കിപ്പനി അത് ഇത് അതിൻ്റെ വേറെ ഉണ്ട്. അപ്പോൾ വെള്ളം ചൂടാക്കി കുടിക്കുക. കഴിയുന്നതും വണ്ടിയാവട്ടെ മനുഷ്യരാവട്ടെ മരത്തിൻ്റെ ചോട്ടിലോ പോസ്റ്റിൻ്റെ ചോട്ടിലോ ഒന്നും നിൽക്കാനും പാർക്ക് ചെയ്യാനും ഒക്കെ ഇരിക്കുക. കാരണം ഇതൊക്കെ കടപൊഴുങ്ങി വീടും കൊണ്ടുണ്ട്. എത്ര മരങ്ങളും പോസ്റ്റുകളാണ് വീട് കിടക്കുന്നത്. ഇരുട്ടോടെ മുമ്പൊക്കെ വീട്ടിലെത്താൻ നോക്കുക. ഈ മഴക്കാലത്ത് കഴിയുന്നതും ഒരുപാടൊന്നും പുറത്ത് പോകാതിരിക്കുക. ഇതിൻ്റെ ജോലി കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. അത് അല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മുടെ ഇടയ്ക്ക് പോവില്ലേ, അങ്ങനെയൊന്നും പോവാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യട്ടോ. എല്ലാവരും സുരക്ഷിതരായും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇനി കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സും കൊണ്ട് ഇനി ഒരു ദുരന്തം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ദൈവം അനുഗ്രഹിച്ച് രക്ഷപ്പെടട്ടെ എന്ന് നമ്മൾ മനസ്സൊന്ന് സ്വസ്ഥമായ ശേഷം ഞാൻ വീഡിയോയുമായി വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.